ബൈബിൾ സ്വാധീനിച്ചിട്ടുള്ള ഒരുപാട് മനുഷ്യർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. വലിയ ബിസിനസ്സുകാരായിരുന്ന ആളുകൾ, വലിയ രാഷ്ട്രീയ നേതാക്കളായിരുന്ന ആളുകൾ, വലിയ വിപ്ലവകാരികളും അല്ലെങ്കിൽ വലിയ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആളുകൾ, ലോകത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ ജീവിച്ച ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങളെ ബൈബിൾ സ്വാധീനിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. ലോകത്ത് നടന്ന ഏറ്റവും വലിയ ദുരന്തമല്ലേ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നത്? ക്രിസ്തു ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരുന്നത് രണ്ട് സുവിശേഷകരായിട്ടായിരുന്നു. സ്റ്റാൻലി ജോൺസും CF ആൻഡ്രൂസും, രണ്ടുപേർ അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്ന. അദ്ദേഹം വേദപുസ്തകം വായിക്കുമായിരുന്നു. അദ്ദേഹത്തെ ഏറ്റവും സ്വാധീനിച്ചത് ഗിരിപ്രഭാഷണങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ നോൺ വയലൻസ്, അഹിംസാ സിദ്ധാന്തം, അതിലേറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ക്രിസ്തുവാണ്. ഏറ്റവും കൂടുതൽ അല്ലേ, ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം ആ വഴികളിലൂടെയാണ് പോയത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഗാന്ധി പറഞ്ഞ ട്രസ്റ്റിഷിപ്പ് എന്ന് പറയും. അതായത് സമ്പത്ത് എങ്ങനെയാണ് ഗാന്ധി പറയുന്നത്? ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത് സമ്പത്തിന്റെ കാര്യക്കാരൻ മാത്രമാണ് നമ്മൾ. സമ്പത്തുള്ളവരെ ആലോചിക്കേണ്ടത്. സമ്പത്തെല്ലാം അവന്റെയാണ്, പ്രപഞ്ചനാഥന്റെയാണ് സമ്പത്ത് മുഴുവൻ. നമ്മൾ സമ്പത്തിന്റെ ട്രസ്റ്റി മാത്രമാണ്, കാത്തു സൂക്ഷിക്കേണ്ട ആളാണ് എന്നാണ് എല്ലാ ധനവാന്മാരും വിചാരിക്കേണ്ടതെന്ന്. ആ ആശയം അദ്ദേഹത്തിന് കിട്ടിയത് ക്രിസ്തുവിൽ നിന്നാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ക്രൈസ്റ്റ് വാസ് ദ ഗ്രേറ്റ് എക്കണോമിസ്റ്റ് ഇൻ ഹിസ് ടൈം. അദ്ദേഹത്തിന്റെ സമയത്തുള്ള ലോകം കണ്ട ഏറ്റവും വലിയ എക്കണോമിസ്റ്റ് ആയിരുന്നു ക്രൈസ്റ്റ് എന്ന് ഗാന്ധി പറയുന്നുണ്ട്.